എൻ്റെ പേര് റോസ്ലി വർഗീസ്. ഞാൻ അങ്കമാലി മൂക്കുന്നൂർ സെൻറ്റ് മേരീസ് ഫോറാന ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് കൃപാസനം എന്ന് കേൾക്കുമ്പോൾ അതേക്കുറിച്ച് എനിക്ക് ഒത്തിരി അറിവ് നേടാനോ അതേക്കുറിച്ച് എനിക്ക് അറിയാനോ ആഗ്രഹം ഉണ്ടായില്ല. പക്ഷേ എൻ്റെ ഒരു കൂട്ടുകാരത്തിൽക്കൂടെ അനുഭവസാക്ഷ്യം നേരിട്ട് കണ്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞുകൂടെയാണ് ഞാൻ കഴിഞ്ഞ ഡിസംബർ 2022 ഞാനും എൻ്റെ ഭർത്താവും കൂടി ഈ കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്നു. പക്ഷെ വന്ന് ഈ പുണ്യഭൂമിയിൽ കാല് കുത്തിയപ്പോൾ തന്നെ അവൻ്റെ അടുത്ത് വന്ന് ഞാൻ നോക്കിയപ്പോൾ മാതാവ് എന്നെ നോക്കുന്നു. ചെറുപ്പം മുതൽ എനിക്ക് മാതാവിൽ ഒത്തിരി വിശ്വാസമുള്ളതാണ്. ഞാൻ ഒത്തിരി മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കാര്യവും നേടിയെടുക്കാറുള്ളൂ. പക്ഷേ ഈ കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് ഒത്തിരി എന്നിൽ എന്തൊക്കെ ഒരു അറിവ് എനിക്ക് കിട്ടിയതുപോലെ തോന്നി. അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും കൂടി ഇവിടെ വന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങൾ ഉടമ്പടി എടുത്തു. 6 നിയോഗങ്ങൾ ഞാൻ വെച്ചു. അതിൽ 5 എണ്ണവും ഞാൻ മാതാവിനോട് 6 നിയോഗം വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ അടുത്ത ഡിസംബറിന് മുന്നേ എനിക്ക് 6 ആവശ്യവും തീർച്ചയായിട്ടും സാധിച്ചു തന്നെ. മാതാവ് എൻ്റെ കൂടെ വന്നം, എൻ്റെ മുമ്പേ നടന്നോളണം. ഞങ്ങൾക്ക് അറിവില്ല, ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ അറിവില്ലായ്മയെ പരിഹരിച്ചും ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടും ഞങ്ങളുടെ തെറ്റുകൾ തിരുത്തിയും മാതാവാണ് ഞങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോയി. ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീട് പണി, സാധാരണ ഒരു ചെറിയ വീട് ഞങ്ങൾക്കുണ്ട്. പക്ഷേ 2 മക്കളാണ്. മോൻ MCA കഴിഞ്ഞ് അത്യാവശ്യം നല്ലൊരു ജോലി അവനുണ്ട്. 27-28 വയസ്സ് അവന്. അപ്പോൾ കല്യാണാലോചന നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അമ്മച്ചി നമ്മുടെ വീടൊന്ന് പുതുക്കി പണിയണ്ടേന്ന് ചോദിച്ചു. പക്ഷെ ഞങ്ങൾ വീട് പണിയുടെ കാര്യം പറയുമ്പോഴൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ, എവിടെ നിന്നൊക്കെയോ തടസ്സങ്ങൾ. ലോൺ നോക്കുന്നു, അതിന് തടസ്സം. പൈസയുടെ കാര്യങ്ങൾ ഞങ്ങൾ വീട് ഓരോരുത്തരെ നോക്കിക്കൊണ്ട് വരുമ്പോൾ അവർ ഞങ്ങൾ വിചാരിച്ചാലൊക്കെ 4 പറയണു. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ വന്ന് എൻ്റെ ആദ്യത്തെ നിയോഗം എനിക്ക് സാധിച്ചു കിട്ടിയിട്ടില്ല. എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തരും. ഞാൻ ഇപ്പോൾ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് മാതാവ് പറഞ്ഞു, മോളെ ഫെബ്രുവരി 28 എന്നൊരു ഡേറ്റ് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ മാതാവിനോട് പറയുകയാണ്, ഈ 6 ആൻഡ്യവും എനിക്ക് തന്നു, പക്ഷെ 5ഉം തന്നു. 1 എനിക്ക് തരാതിരിക്കുന്നത് ഞാൻ അഹങ്കരിക്കുമെന്ന് ഓർത്തിട്ടാണല്ലോ മാതാവേ. പക്ഷെ ഞാൻ അഹങ്കരിക്കുകയില്ല. എനിക്ക് ആ ഒരു ആഗ്രഹം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. 10-28 വർഷം തുടങ്ങി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമാണ്. അത് മാത്രം നിർത്തിയിട്ട് മാതാവ് ഈ ഇടക്കാലം കൊണ്ട് എല്ലാ ആവശ്യങ്ങളും എനിക്ക് നിറവേറ്റി തന്നു. അങ്ങനെ വീടിൻ്റെ ലോൺ അപേക്ഷിച്ചു. ലോണിൻ്റെ കാര്യത്തിന് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇതിനകത്ത് എന്തോ ഒരു കണക്ക്, എന്തോ ഒരു പേപ്പർ അതിനകത്ത് ഇല്ലയെന്ന് പറഞ്ഞു. ഭർത്താവ് ആ പേപ്പറും കൊണ്ട് വില്ലേജിൽ പോയി, അക്ഷയയിൽ പോയി, എല്ലായിടത്തും ചെന്നപ്പോൾ അവരൊക്കെ പറഞ്ഞു ഈ പേപ്പർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഞാൻ ഭർത്താവിൻ്റെ അടുത്ത് ഒരു ദിവസം ഞാൻ ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലി ഞാൻ പേപ്പർ കൊടുത്തു വിട്ടു. ചേട്ടൻ കൊണ്ടുപോയേ, ബാങ്കിൽ ചെന്നത് കൊണ്ടുപോയി, നമുക്ക് സാധിച്ചു തരുമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് മാനേജറുടെ അടുത്ത് പേപ്പർ കൊടുത്തപ്പോൾ മാനേജർ പറയാണ്, അതിനകത്ത് എല്ലാം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ലോൺ അപ്പം തന്നെ സെക്ഷനാക്കി തന്നു. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ പ്ലാൻ വരയ്ക്കാൻ നല്ലൊരു എൻജിനീയറെ, ഞങ്ങളുടെ മനസ്സിന് ഞങ്ങളുടെ വീട് എങ്ങനെയാണോ പണിയേണ്ടത് എന്ന് ആ ചേച്ചീനെ മനസ്സിലാക്കി മാതാവ് കൂടി ഇരുത്തി ആ ചേച്ചി ഞങ്ങൾക്കൊരു പ്ലാൻ തന്നു. നല്ലൊരു കോൺട്രാക്ടർ ജാനെ തന്നു. പിന്നെ ഞാൻ ഇവിടെ വെച്ചത് വീട് പണിക്ക് നല്ല പണിക്കാർ. ഞങ്ങൾക്കറിയില്ല, ഞാനും ഹസ്ബൻഡ് രാവിലെ ജോലിക്ക് പോവും, വൈകുന്നേരം 6 മണിയാകുമ്പോൾ വന്ന് കയറും. ഞങ്ങൾക്കറിയില്ല വീട് പണിക്കേണ്ട പ്ലാനും കാര്യമൊന്നും അറിയില്ല. അപ്പോൾ നല്ല പണിക്കാരെ തന്നെ കേട്ടോ മാതാവേ എന്ന് പറഞ്ഞു. ഈ നിയോഗമെല്ലാം സാധിച്ചു തന്ന മാതാവ് പെര പെരയുടെ പൊളി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച പൈസയിലൊന്നും നിൽക്കില്ലല്ലോ എന്ന്. ഞാൻ എന്നും അത് പെര പൊളിച്ച് തുടങ്ങിയതിന് മുന്നേ തന്നെ തൊട്ടപ്പുറത്തെ വീട് ഞങ്ങൾക്കൊരു വാടക വീട്, 10 പൈസ പോലും വാടക കൊടുക്കാതെ ഞങ്ങൾക്ക് മാതാവ് ഒരു വാടക വീട് സംഘടിപ്പിച്ച് തന്നു. അതുകൊണ്ട് വീട് പൊളിച്ച് എല്ലാവരും പറയും നിങ്ങൾ വിചാരിക്കുന്ന പൈസ വന്നല്ല കേട്ടോ, പൈസ പോകുന്നു, അത്രത്തോളം നീണ്ടു പോകുന്നു പറഞ്ഞു. ഞാൻ എന്ന് രാവിലെ വന്ന് പെരയുടെ ചുറ്റും നടന്ന് ഞാൻ ഈ തൈലവും ഉപ്പും കൂടി വിതറും. ഞാൻ പറഞ്ഞു, മാതാവേ പൈസ എന്തോരം വേണമെങ്കിലും ആയിക്കോട്ടെ, ഞങ്ങളുടെ കയ്യിൽ ഇത്രേ ഉള്ളൂ, പക്ഷെ മാതാവ് തന്നേക്കണം, ഞങ്ങളുടെ വഴി മാതാവ് കാണിച്ച് തന്നേക്കണം. അങ്ങനെ വീട് പണി തുടങ്ങി. വീട് കോൺട്രാക്ടർ ചേട്ടൻ പറയാണ്, ഈ വീടിൻ്റെ സാധനങ്ങൾ എടുക്കാൻ ചെല്ലുമ്പോഴൊക്കെയോ എന്തോ
ഞാൻ വിചാരിച്ചിരുന്ന പകുതി പൈസയാവുള്ളൂ ടൈലിന്, പ്ലംബർ സാധനങ്ങൾക്ക്, ഇങ്ങനെ ക്ലോസറ്റ്, വാഷിംഗ് ബേസിൻ, സർവത്ര സാധനങ്ങൾക്കും പകുതി പൈസയ്ക്ക് വീതാചാണ്ട് കിട്ടിയിരുന്നു. അങ്ങനെ അധികം ബുദ്ധിമുട്ടില്ലാതെ നല്ല മനോഹരമായി ഞങ്ങൾ വിചാരിച്ച പോലൊരു വീട് ഞങ്ങൾക്ക് മാതാവ് തന്നു. രണ്ടാമത്തെ ആഗ്രഹം ഞാൻ വെച്ചത്, മോന് 27-28 വയസ്സായ കല്യാണം ആലോചിച്ച് തുടങ്ങണം ഞങ്ങൾക്ക് അറിയില്ല, പിന്നെ ആട്ടെ വിചാരിച്ചിട്ടിരുന്നു. പക്ഷേ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മക്കൾ കല്യാണപ്രായമായി കഴിഞ്ഞ് മക്കൾക്ക് വേണ്ടി നല്ലോണം പ്രാർത്ഥിച്ചൊരുങ്ങണമെന്ന്. ഞാൻ ഇവിടെ ആഗ്രഹം വെച്ചു, എൻ്റെ മകന് ദൈവഭക്തിയുള്ളൊരു കുടുംബത്തിൽ നിന്ന് അവന് സമാധാനം നൽകുന്ന നല്ലൊരു വിദ്യാഭ്യാസമുള്ളൊരു പെങ്കൊച്ചിനെ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഡിസംബർ 31 മുന്നേ ഞാൻ വെക്കുന്ന എല്ലാ ആവശ്യം സാധിച്ചെന്നൊന്ന് ഞാൻ ഉറപ്പും കൊടുത്തുകൊണ്ട് പോവുകയും ചെയ്തിരുന്നു. ഈ വീട് പണി തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിയുടെ മോൾക്കടെ പേപ്പൻ്റെ കൊച്ചു പെണ്ണായിട്ട് അവളൊരു ആലോചനയും കൊണ്ട് വന്നു. ചേച്ചിയുടെ മോളെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് വളർത്തിയ കൊച്ചാണ്, കൊച്ച് ഞങ്ങളെ ചതിക്കില്ല, അവരുടെ വീട്ടുകാരൊക്കെ ഞങ്ങൾക്കറിയാം, നല്ലൊരു കുടുംബക്കാർ. അതും എൻ്റെ മോൻ ബാംഗ്ലൂർ അമേരിക്കൻ കമ്പനിയിലാണ് ജോലി ചെയ്യണേ. അവൻ്റെ കമ്പനിയുടെ അടുത്ത് തന്നെ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു കൊച്ചുപെണ്ണ്. എല്ലാം കൊണ്ടും മാതാവ് ഞങ്ങൾക്ക് ഒരുക്കി വെച്ചൊരു കുടുംബം. അങ്ങനെ ഞങ്ങൾ കല്യാണം ഫിക്സ് ചെയ്തു. അപ്പോഴേ ഡിസംബർ മാസം എൻ്റെ ഓർമ്മയിലില്ല. ഞങ്ങൾ കല്യാണത്തിന് ഡേറ്റ് ഇട്ടു ഡിസംബർ 31. അങ്ങനെ ഈ ഡിസംബർ 31 മോൻ്റെ കല്യാണവും കഴിഞ്ഞു. പിന്നെ അടുത്ത നിയോഗം വെച്ചത്, എൻ്റെ മോള് BSc നേഴ്സിങ്ങിനെ പഠിക്കണേ. അവൾ നേഴ്സിങ്ങിന് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തുടങ്ങി അവക്കടെ കണ്ണിങ്ങനെ ചുമന്ന് വീർത്ത് തുടുത്ത് വരാം. അപ്പോൾ ഞങ്ങൾ മരുന്ന് കൊടുക്കും, കൊച്ചിന് പഠിക്കാൻ പറ്റില്ല, ടീച്ചർമാർക്ക് കഷ്ടം വയ്ക്കണു, പ്രിൻസിപ്പൽ കഷ്ടം വയ്ക്കണു, ഇതെന്താ മോൾക്കടെ കണ്ണിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ. ഞാൻ LFE കൊണ്ടുപോയി ഞാനും ഭർത്താവും മരുന്ന് കൊടുക്കും. ഒരു ദിവസം ഞാൻ ചെന്ന് ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഈ മരുന്ന് സ്റ്റീറോയിഡ് വല്ലതാണോ, ഈ കണ്ണിന് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചിന് എന്തായി തീരും? അപ്പം ഡോക്ടർ പറഞ്ഞു, സ്റ്റീറോയിഡാണ് ചേച്ചി, പക്ഷേ ഈ കണ്ണിന് BP വരാനൊക്കെ സാധ്യതയുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ കേട്ടുകൊണ്ടായിരിക്കുമ്പോൾ ഞാനിവിടെ വന്നത്. ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ കൊച്ചിൻ്റെ കണ്ണിനൊന്നും ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് ഞാൻ ഈ നേർച്ച വസ്തു കൊണ്ട് കൊച്ചിൻ്റെ കണ്ണിൽ തൈലം വിട്ട് പ്രാർത്ഥിച്ചു. ഉടമ്പടി പ്രാർത്ഥന. കൊച്ചിന് ഭയങ്കര വിശ്വാസമാണ്, അവൾക്ക് മാതാവിന് ഭയങ്കര വിശ്വാസമാണ്, അവളും പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു, മോൾ ഹോസ്റ്റലിലേക്ക് വിളിച്ച് തൈലം കൊണ്ടുപോയിക്കൊള്ളാൻ പറയും. അവൾ ഹോസ്റ്റലിൽ കൊണ്ടുപോയി തൈലം കൂടി. എനിക്കറിയില്ല എൻ്റെ കൊച്ചിനെ അന്ന് മുതൽ ഈ കണ്ണ് തുറിച്ച് വരാനോ ചുവപ്പ് കളർ വരാനോ മാതാവ് ഇന്ന് വരെ അവൾക്കൊരു അവസരം കൊടുത്തിട്ടില്ല. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ് മാതാവ് തന്നത്. പിന്നെ എൻ്റെ മോൻ ഞാൻ പറഞ്ഞില്ല, അവനേലും 2 വയസ്സിന് 3 വയസ്സിന് മുപ്പായി എൻ്റെ ചേച്ചിയുടെ മോൻ ആങ്ങളുടെ കൊച്ചിറക്കാൻ അവരിങ്ങനെ ജോലി കിട്ടാതെ കിടന്ന് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴൊക്കെ എന്തൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വെച്ചു, ഈശോയെ എൻ്റെ ചേച്ചിയുടെ മോന് അങ്ങയുടെ മക്കൾക്ക് ഈ ഡിസംബർ 31 മുന്നേ തന്നെ അവർക്കും എൻ്റെ മോനിലും നല്ലൊരു ഉയർന്ന ജോലി മാതാവ് മേടിച്ചു കൊടുത്തോളോട്ടോ മാതാവേ എന്ന് പറഞ്ഞു. ഈ ചേച്ചിയുടെ മോൻ 5-6 മാസം മുന്നേ ന്യൂസിലൻഡ് പോയി നല്ലൊരു ജോലി കിട്ടി, അവൻ നല്ല ഭംഗിയായിട്ട് അവിടെ ജീവിക്കണു. ആങ്ങളുടെ മോൻ ഒരിക്കലും അവർ വിചാരിച്ചില്ല, അവനൊരുപാട് തടസ്സങ്ങളുണ്ടായി, പക്ഷെ അവനും പോയി UK പോയി, അവനും നല്ല ഭംഗിയായി അവിടെ ജീവിച്ചു പോകണു. അങ്ങനെ പിന്നെ എൻ്റെ അമ്മ കൊറോണ വന്നിരുന്നു. എൻ്റെ അമ്മയ്ക്ക് 2 കൊല്ലം മുന്നേ 3 കൊല്ലം മുന്നേ കൊറോണ വന്നിട്ട് അമ്മയ്ക്ക് ഒത്തിരി അസ്വസ്ഥതകളുണ്ടായി. പക്ഷേ ഏറ്റവും വലിയ അസ്വസ്ഥത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ശരീരം മൊത്തം പുകയണു. അമ്മ എപ്പോഴും പറയും, മോളെ ചൂടുവെള്ളം തിളപ്പിച്ച വെള്ളം മേത്ത് ഒഴിക്കുമ്പോൾ എങ്ങനെയാണ് എൻ്റെ അനുഭവം എന്ന് പോലെ. ഞങ്ങൾ എന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരും, അമ്മേനെ കൊണ്ടുവന്ന് 2 ആഴ്ച കെടുത്തും വീട്ടിൽ കൊണ്ടുപോകും. പിന്നെ അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു അമ്മ. അപ്പോൾ അമ്മയുടെയും ഈ ആഗ്രഹം ഞാൻ വെച്ചിരുന്നു, എൻ്റെ അമ്മയുടെ പുകച്ചിൽ മാതാവിയെ മാറ്റി തന്നുവെന്നും പറഞ്ഞു വെച്ചു. ഇപ്പോൾ അമ്മയ്ക്ക് കാര്യമായിട്ട് പുകച്ചിലൊന്നുമില്ല. മാതാവ് അമ്മയുടെ അടുത്ത് ഞാൻ തൈലം കൊണ്ട് പൂശി തൈലം കൊണ്ട് പ്രാർത്ഥിക്കും, ഈശോൻ്റെ കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അമ്മയും ഒരു നല്ല വിധത്തിൽ സൗഖ്യപ്പെട്ടു നിൽക്കുന്നു. അതുപോലെ ഞാൻ ഈ വീട് പണിയുടെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ വീട് പണിയുടെ കാര്യം പറഞ്ഞതിന് ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥനയ്ക്ക് തുടങ്ങിയതിന് ശേഷം ഒരു ദിവസം രാത്രി ഞാൻ സ്വപ്നം കാണാണ്, മാതാവ് എൻ്റെ അടുത്ത് വന്നു. മാതാവ് എന്നെ കൂട്ടിക്കൊണ്ട് നല്ലൊരു വീട്ടിലേക്ക് മാതാവ് കയറി പോകുന്നത് കണ്ടു. അന്ന് തുടങ്ങി
കൃപാസന മാതാവ് എന്ന് വെച്ച് ഞാൻ ഒരുപാട് ഉടമ്പടിക്കാരനെ പ്രവൃത്തി ഒരുപാടൊന്നും ചെയ്യില്ല. പള്ളിയിലൊക്കെ അത്യാവശ്യം ഞാൻ പോകും, പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും. പക്ഷെ ഒരുപാടൊന്നും ഞാൻ കൊണ്ട് നടക്കും. പക്ഷേ ഈ മാതാവ് എൻ്റെ ചങ്കിലുണ്ട്. ഞാൻ മുറ്റത്ത് ഇറങ്ങുമ്പോഴും എൻ്റെ മക്കൾ ഇറങ്ങുമ്പോഴൊക്കെ ഞാൻ പറയും, മക്കളെ കൃപാസന മാതാവിനെ കൊണ്ടുപോയിക്കോളോട്ടോ, മാതാവിനെ കൊണ്ടുപോയിക്കോളൂ, മുമ്പേ നടത്തോട്ടെ മാതാവിനെ. കല്യാണം കുറി കിട്ടി, ഞാനും ഹസ്ബൻഡും കൂടെ മാതാവിനെ കല്യാണം വിളിക്കാൻ വന്നിട്ടുണ്ടായി. മാതാവിനെ കല്യാണം വിളിക്കാൻ വന്നിട്ടുണ്ടായി. മാതാവിനോട് ഞാൻ പറഞ്ഞു, വീട്ടിലേക്ക് വന്നോട്ടെ മാതാവേ, കല്യാണം ഭംഗിയായിട്ട് നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവ് വീട്ടിലേക്ക് വന്ന് കല്യാണം നല്ല ഭംഗിയായി തന്നെ ഞങ്ങൾക്ക് കല്യാണം നടത്താൻ സാധിച്ചു. അങ്ങനെ മാതാവിൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായി. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യണത്. രോഗികളോടൊക്കെ ഒന്നും കൂടി അവരോട് ഹെൽപ്പ് ചെയ്യാനും അവർക്കുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാനും എനിക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ മാതാവിനെ കുറിച്ച് ദിവസത്തിൽ ഒരാളോടെങ്കിലും ഞാൻ മാതാവിനെ കുറിച്ച് പറയാത്ത ദിവസം ചുരുക്കമാണ്. പിന്നെ രാവിലത്തെ പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നില്ല. രാവിലെ ഇപ്പം ഞാൻ എഴുന്നേൽക്കുമ്പോൾ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം വരെ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല.